നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പം നല്ല മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു അപാരമാണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തലശ്ശേരി ബിരിയാണി ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അവ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. പച്ച മസാലയാണ്, ഇതിനധികം എരിവ് ഉണ്ടാവില്ല കേട്ടോ, അതാണ് ആ മുളക് എടുത്തേക്കണ്. അതുപോലെ തന്നെ തക്കാളി ഒരു 3-4 തക്കാളി ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കശുവണ്ടി, അണ്ടിപ്പരിപ്പ് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റൊക്കെ ആയി വരാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് എടുത്തേക്കുന്ന സബോള എന്ന് പറഞ്ഞാൽ 10 സബോള എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് സബോള വറുത്തെടുക്കും. അതുപോലെ തന്നെ മസാലയ്ക്ക് വേറെ സബോളയുണ്ട്. അതിനെല്ലാത്തിനും കൂട്ടിയിട്ടാണ് ഞാനൊരു 10 സബോള എടുത്തത് കേട്ടോ. ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് കശകശ, ജാതിക്കായ, ജാതിപത്രി, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, ചെറിയ ജീരകം, പെരിഞ്ജീരകം, ബേ ലീഫ് എന്നിവ എല്ലാം കൂടി നല്ലതുപോലെ മിക്സിയിൽ അരച്ച് പൊടിയായിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ പെരിഞ്ജീരകം കുറച്ച് അധികം ഉണ്ടായാലും കുഴപ്പമില്ല, നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, അത് കാരണമാണ് ഞാൻ വലിയ വട്ടക വെച്ചേട്ടാ. അതിലേക്ക് ആദ്യം കുറച്ച് ഡാൽഡയും പിന്നെ സ്മെല്ലില്ലാത്ത ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് കേട്ടോ. സ്മെല്ലില്ലാത്ത ഏത് ഓയിലും ചേർക്കാം. അതിലേക്ക് സബോള ആദ്യം ചേർത്തിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. സബോള കുറച്ചധികം, പകുതി 10 സബോള എടുത്ത ഒരു 5 സബോളെങ്കിലും വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്ത് കോരുണ്ട്. ഇനി ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടി ബാക്കിയുണ്ടായ സബോള നല്ലോണം വഴട്ടിയിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പച്ച മസാല തയ്യാറാക്കി വെച്ചില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതും കൂടി ചേർത്തു. അതൊന്ന് വഴണ്ട് വരുമ്പോൾ ബിരിയാണി മസാല ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും തൈരും ലെമൺ ജ്യൂസും കൂടി ചേർത്ത് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് വറുത്ത് കോരി വെച്ച സബോളയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി 3/4 ഭാഗം ഇതിലിട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്നിങ്ങനെ തിളച്ചൊന്ന് വേവണ വരെ വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കൈമ റൈസാണ് കേട്ടോ. കൈമ റൈസാണ് തലശ്ശേരി ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കിലോ ബിരിയാണിക്കുള്ള കൂട്ടെന്ന് പറഞ്ഞു കേട്ടോ. 4 ആൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 കിലോ അരിയൊക്കെ മതിയായിരിക്കും. അപ്പം തന്നെ 2 നേരം കഴിക്കാനൊക്കെ ഉണ്ടായിരിക്കും. നല്ലോണം റൈസും ബിരിയാണി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ 2 കിലോ കൈമ റൈസാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് കേട്ടോ. അരിക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ അരി വേവാനായിട്ട് വെക്കുക കേട്ടോ. ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ റൈസ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതിന് മുന്നേ അരി കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അരി ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഇനി ഉപ്പൊക്കെ നോക്കി പാകാക്കിയിട്ട് വറുത്ത് വെച്ച സബോളയില്ലേ, അതിലെ 3/4 ഭാഗത്തോളം ഇതിൽ ചേർത്തു കേട്ടോ. ബാക്കി ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷമാണ് ഞാൻ മല്ലിയിലയും പുതിനയിലയും അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തതൊക്കെ ചേർത്തത് കേട്ടോ. ഈ സ്റ്റേജിൽ മല്ലിയിലും പുതിനയിലൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്.